ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ചെറിയ കമ്പ്യൂട്ടർ ടിപ്പാണ്. ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടു കാണുമല്ലോ, അത് തന്നെയാണ് വിഷയം. പാട്ട് പാടുന്ന അഡോബ് റീഡർ. നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ ആപ്ലിക്കേഷനാണ് അഡോബിൻ്റെ അക്രോബാറ്റ് റീഡർ അഥവാ അഡോബ് റീഡർ. സാധാരണയായി PDF ഫയൽസ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ദ മോസ്റ്റ് പോപ്പുലർ ആപ്ലിക്കേഷനാണ് അഡോബ് റീഡർ. അഡോബ് റീഡർ യൂസ് ചെയ്യുന്ന മിക്ക കൂട്ടുകാർക്കും അറിയാത്ത ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. സാധാരണ PDF ഫയൽസ് ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ റീഡ് ചെയ്യലാണ് പതിവ്. അതിനു പകരം അത് തന്നെ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിലോ? അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. റീഡിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയൽസ് ആയിരിക്കണം. ഇമേജ് രൂപത്തിലുള്ള PDF ഫയൽസ് ആയിരിക്കാൻ പാടില്ല. ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയലും ഇമേജ് രൂപത്തിലുള്ള PDF ഫയൽസും എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. ഇതൊരു ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയലാണ്. അതായത് ഇതിനകത്തുള്ള ടെക്സ്റ്റ് ഫയൽസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ടെക്സ്റ്റും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയൽ. ഇനി ഇമേജ് രൂപത്തിലുള്ള PDF ഫയൽ എന്താണെന്ന് നോക്കാം. ഇത് ഇമേജ് രൂപത്തിലുള്ള PDF ഫയലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡോക്യുമെൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേർഡ് വൈസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതാണ് ടെക്സ്റ്റ് രൂപത്തിലുള്ളതും ഇമേജ് രൂപത്തിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയൽ സെലക്ട് ചെയ്യാം. ഇത് ടെക്സ്റ്റ് രൂപത്തിലുള്ള PDF ഫയലാണ്. ഇതിനകത്ത് റീഡിംഗ് ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് വ്യൂ എന്ന മെനുവിൽ പോയിട്ട് റീഡ് ഔട്ട് ലൗഡ് എന്ന ഓപ്ഷനിൽ ആക്ടിവേറ്റ് റീഡ് ഔട്ട് ലൗഡ് ക്ലിക്ക് ചെയ്യാം. ആക്ടിവേറ്റ് റീഡ് ഔട്ട് ലൗഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റീഡിംഗ് ഓപ്ഷൻ എനേബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് പാരഗ്രാഫാണോ റീഡ് ചെയ്ത് തരേണ്ടത് ആ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് മാത്രം ഈ അഡോബ് റീഡർ റീഡ് ചെയ്ത് തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് വേണ്ടത് ഫസ്റ്റ് പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫാണ് സെലക്ട് ചെയ്ത് റീഡ് ചെയ്ത് തരേണ്ടത്. അതിനായിട്ട് ഈ പാരഗ്രാഫ് ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇത് റീഡ് ചെയ്ത സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡ് പാരഗ്രാഫ് റീഡ് ചെയ്ത് തരുന്നതാണ്. ഇനി ഇത് റീഡ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വ്യൂ മെനുവിൽ പോയിട്ട് റീഡ് ഔട്ട് ലൗഡിൽ പോസ് ഓർ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി തമ്പനെയിൽ പറഞ്ഞതുപോലെ പാട്ട് പാടുന്ന അഡോബ് റീഡർ. അതിനായിട്ട് ഞാൻ 2 പാട്ടുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിംസിൽ നിന്ന് 2 പാട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ PDF രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് റീഡിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കാം. അതിനായിട്ട് വ്യൂ മെനുവിൽ പോയിട്ട് റീഡ് ഔട്ട് ലൗഡിൽ റീഡ് ദിസ് പേജ് ഓൺലി. ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ സോങ്സ് നമുക്ക് കേൾപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തതായിട്ട് ഈ റീഡിംഗ് ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സിനെ പരിചയപ്പെടാം. അതായത് ഇതിൻ്റെ പിച്ച്, വോളിയം, അതുപോലെ വോയിസ് ചേഞ്ച്, അങ്ങനത്തെ ബേസിക് സെറ്റിങ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് എഡിറ്റ് മെനുവിൽ പോയി പ്രിഫറൻസ് എന്ന ഓപ്ഷനിൽ റീഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് വോളിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1 മുതൽ 10 വരെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ യൂസ് ഡിഫോൾട്ട് വോയിസ് അത് സെലക്ട് ആയിരിക്കും, അത് ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ യൂസ് ഡിഫോൾട്ട് സ്പീച്ച് ആട്രിബ്യൂട്ട്സ് എന്നുണ്ടാവും, അതും ഡീസെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിച്ച് 1 മുതൽ 10 വരെ ഉണ്ടാവും, അതും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേർഡ്സ് പെർ മിനിറ്റ്സ് അതും സെലക്ട് ചെയ്യാം. നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫോൾട്ട് വോയിസിനെ മാറ്റിയിട്ട് മൈക്രോസോഫ്റ്റ് സിറ ഡെസ്ക്ടോപ്പ് അത് സെലക്ട് ചെയ്ത ശേഷം
ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് അഗൈൻ വ്യൂ മെനുവിൽ പോയിട്ട് നമുക്ക് റീഡ് ഔട്ട് ലൗഡ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി എനേബിൾ ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്യാം. നേരത്തെ നമുക്കിത് മെയിൽ വോയിസിലായിരുന്നു കേട്ടത്, ഇപ്പോൾ ഇത് ഫീമെയിൽ വോയിസിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഈ സോങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീമെയിൽ വോയിസിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഓൾറെഡി എനേബിൾ ആണ്. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തന്ന ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്